ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം സമൂഹത്തിൽ ആധുനികതയുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഇല്യാസ് സാറ് അവതരിപ്പിച്ചത്. ഇതിനോട് ഏതെല്ലാം രൂപത്തിലാണ് സമുദായത്തിനുള്ളത്, പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ പ്രസൻറ്റേഷൻ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 പുസ്തകങ്ങൾ, അതിനുശേഷം ഒരു ജേണൽ ആർട്ടിക്കിൾ വരുന്നുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷനിലെ ഒരു വർഗീകരണം നടത്തുന്നത്. അപ്പോൾ അതിലെ ഇസ്ലാം ആൻഡ് മോഡേണിറ്റി, അതേപോലെ ഇസ്ലാമിക് തോട്ട് ഇൻ ദ 20th സെഞ്ച്വറി, ഇസ്ലാം ആൻഡ് പൊളിറ്റിക്സ്, ജോൺ എൽ എസ്പോസിറ്റയുടെ ഈ 3 പുസ്തകങ്ങളിലും ഒക്കെ ആയിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ആധുനികതയോടുള്ള പ്രതികരണം എന്നുള്ള നിലക്ക് ചില വർഗീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഫസലുർ റഹ്മാൻ പറയുന്നത് മോഡേണിസ്റ്റ്, ഫണ്ടമെൻ്റലിസ്റ്റ്, റിഫോമിസ്റ്റ്, ഇതൊക്കെ ഓരോന്നും വളരെ വിശദമായി പരിചയപ്പെടുത്തേണ്ട പദപ്രയോഗങ്ങളാണ്. സൗകര്യത്തിന് വേണ്ടി അത് മാത്രം പറയണം. രണ്ടാമത്തെ പുസ്തകം ഒരു കളക്ടർ ആർട്ടിക്കിളാണ്. അതിലുള്ള വില്യം ഷെഫേർഡിൻ്റെ ആർട്ടിക്കിൾ സെക്യുലറിസം, ഇസ്ലാമിസം, ട്രഡീഷണലിസം എന്ന് പറയുന്ന ഒരു വർഗീകരണം. മൂന്നാമത് ജോൺ എൽ എസ്പോസിറ്റയുടെ സെക്യുലറിസ്റ്റ്, കൺസർവേറ്റീവ്, നിയോ ട്രഡീഷണലിസ്റ്റ്, ഇസ്ലാമിക് റിഫോമിസ്റ്റ് എന്ന് പറയുന്ന വർഗീകരണങ്ങൾ. ഈ വർഗീകരണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ആധുനികതയോട് എങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിനെ ഏതൊക്കെ രൂപത്തിൽ വർഗീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആഗോള സമൂഹത്തിലെ വിവിധ പ്രതികരണങ്ങളെ മാപ്പ് ചെയ്തിട്ടുള്ളത് മോഡേണിസ്റ്റ്, റിഫോമിസ്റ്റ്, ട്രഡീഷണലിസ്റ്റ് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ കേരളീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ട് ഒരു ജേണൽ ആർട്ടിക്കിളിൽ നൽകിയിട്ടുള്ള വർഗീകരണമാണ്. ഇതിനോടുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണ് ഇതിനെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനൊരു തിയോളജിക്കൽ സൈഡാണ് കൂടുതൽ പറയുന്നത്, ചരിത്രപരമായ സാഹചര്യമല്ല. ആധുനികത ഈ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒന്ന് നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ കോണ്ടെക്സ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വാദം. മറ്റൊന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് മോഡേണിറ്റി എന്നുള്ള ആശയത്തിനപ്പുറം അവരുടെ പ്രൊഡക്ട്സുകളായിട്ടുള്ള നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ആയിരുന്നാലും അങ്ങനത്തെ പിന്നെ നമ്മൾ സാധാരണ സൈദ്ധാന്തിക തലത്തിൽ പറയുന്ന ആധുനികതയല്ല, നമ്മളുടെ ആധുനിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ചില ആശയങ്ങളാണ്. മറ്റൊന്ന് രാഷ്ട്രീയത്തിൽ സെക്യുലറിസം, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, ഇതിനോടൊക്കെ ഉണ്ടാകുന്ന പ്രതികരണം. നേരത്തെ പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മതപരമായ ചർച്ചകളിൽ നിന്നുണ്ടാകുന്ന സാമൂഹികമായ വിഷയങ്ങൾ, അതിൻ്റെ ദൈവശാസ്ത്രം മാറ്റിവെച്ചുകൊണ്ട് അതിനൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നിട്ടുള്ള സ്വാധീനം, അത് സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, ആഗോളവൽക്കരണത്തെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാകുന്നിട്ടുള്ള. ഇനി മോഡേണിസ്റ്റുകളുടെ ഇത്തരം ഈ വിഷയങ്ങൾ, ഈ തിയോളജിയോടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സിനോടുള്ള ഒക്കെയുള്ള സമീപനത്തിൽ വന്നിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് സമീപനങ്ങളെ അവർ മതത്തിൻ്റെ വീക്ഷണത്തിൽ കണ്ടിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ്, സമീപനമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇജ്മാ എന്നുള്ളതിനെ ഒരു പബ്ലിക് ഒപ്പീനിയനായിട്ട് വായിക്കണം എന്നുള്ള അഭിപ്രായം. പബ്ലിക് ഒപ്പീനിയനായിട്ടാണ് ഇജ്മാ എന്നുള്ളതിനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കേണ്ടത് എന്ന് ഉള്ളൊരു വാദം. ഖിയാസ് എന്ന് പറയുന്നത് അനലോജിക്കൽ റീസണിങ് ആണ്, അതായത് താരതമ്യ ന്യായവാദം എന്നൊക്കെ പറയുന്ന റീസണിങ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വാദം. മസ്ലഹ എന്ന് പറഞ്ഞാൽ അത് യൂട്ടിലിറ്റി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഷൂറ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഡെമോക്രസിയാണ്. ഇങ്ങനെയുള്ളൊരു സമീപനമാണ് മോഡേണിസ്റ്റ് സമീപനമായിട്ട് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഇസ്ലാമിസ്റ്റ് സമീപനങ്ങളാണ്, അത് ഞാൻ വിശദമായി കിടക്കുന്നില്ല. അതുപോലെ ട്രഡീഷണലിസ്റ്റ് സമീപനങ്ങൾ, അത് നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. അതിൻ്റെ ഒരു സംഭവം മാത്രം എടുക്കുന്നത് ഖിലാഫത്ത് തകർച്ചയോടുള്ള ഒരു 3 പ്രതികരണമായിട്ട് ആഗോളതലത്തിൽ
അപ്പോൾ ഒരേ സംഭവത്തിൽ തന്നെ 3 രൂപത്തിൽ അല്ലെങ്കിൽ 3 ഒരുപാട് രൂപത്തിലാണ് സമുദായം പ്രതികരിക്കാറുള്ളത് എന്നുള്ളതാണ്. അതിൽ ഖിലാഫത്തിൻ്റെ തകർച്ച 1920കളിലുള്ള അതിനോടുള്ള ഒരു 3 പോളിസിയെക്കുറിച്ച് യൂസുഫ് അക്കോറയുടെ ഒരു പുസ്തകം പറയുന്നത്, അത് ഒന്ന് ഓട്ടോമനീസ് ആണ്, മറ്റൊന്ന് പാൻ ഇസ്ലാമിസ് ആണ്, മറ്റൊന്ന് ടർക്കിഷ് ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ട് തന്നെ പരിഹാരം കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സംഭവത്തെ തന്നെ 3 രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സമീപിച്ചുകൊണ്ടാണ് ഇസ്ലാമിനുള്ളിലെ ദൈവശാസ്ത്രപരമായ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഇതിനെയാണ് കേരളീയ പശ്ചാത്തലത്തിലേക്ക് 3 ഡിവൈഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മോഡേണിസ്റ്റ്, റിഫോമിസ്റ്റ്, ട്രഡീഷണലിസ്റ്റ് എന്നുള്ള കാറ്റഗറിക്ക് പകരം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്തിക്കൽ, റാഡിക്കൽ, ട്രഡീഷണൽ എന്നീ 3 അപ്രോച്ചുകളാണ്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള ചില ഉദാഹരണങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എന്നുള്ളൊരു വിഷയം എടുത്താൽ അതിനെ ഇസ്ലാമികവൽക്കരിക്കുക ഒരു സമീപനം സ്വീകരിക്കാം. നന്മയിൽ സഹകരിക്കുക എന്നുള്ളൊരു സമീപനം എടുക്കാം. അത് മതത്തിന് പുറത്തുള്ളതാണ്, അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു സമീപനമാണ് എടുക്കാം. അതങ്ങനെ പിന്നെ കോ എഡ്യൂക്കേഷൻ ആയിരുന്നാലും അത് പാടില്ല. അതല്ലെങ്കിൽ ഹറാം വരാത്ത വിധം കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വിദ്യാഭ്യാസം നേടുന്നത്, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെ സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് ഇസ്ലാഹി സമീപനത്തിൻ്റെ രീതിശാസ്ത്രം, ഇതിൽ എത്തിക്കലായ ഒരു അപ്രോച്ച് ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചു എന്നുള്ളതാണ്. നൈതികമായ ഒരു സമീപനമാണ് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത പ്രമാണങ്ങളിൽ വിലക്ക് വന്നിട്ടുള്ളതാവരുത് എന്നുള്ളത് ഒരു നിബന്ധനയാണുള്ളത്. കുല്ലുൻ ഹലാലുൻ ഇല്ലാമ ഹറമല്ലാഹു എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളിൽ വിലക്ക് വന്നിട്ടുള്ളതല്ലാത്ത കാര്യങ്ങളായിരിക്കണം എന്നുള്ളത്. മറ്റൊന്ന്, നമ്മളെന്തെങ്കിലും ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് മതപരമായി പുണ്യമുള്ളതാണ് എന്ന് വാദിക്കുന്ന വിദഗ്ധായി മാറുകയും ചെയ്യരുത്. ഈ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുടെയും പ്രമാണത്തിൻ്റെയും ഒരു സമന്വയം, അൽ ജംഉ ബൈനൽ അഖൽ വൻ നഖൽ എന്നൊരു സമീപനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചത്. അത് സാധാരണ നമ്മൾ റെഫർ ചെയ്യാറുള്ള ഇവിടെ പറഞ്ഞ റിസാലത്ത് തൗഹീദ്, മുഹമ്മദ് അബ്ദുവിൻ്റെ റിസാലത്ത് തൗഹീദ്, ഈ ജംഉ ബൈനൽ അഖൽ വൻ നഖൽ എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിൽ ഒരു മദ്ഹബിന് മാത്രം പ്രാധാന്യം നൽകരുത് എന്ന ഒരു വാദം മുഹമ്മദ് അബ്ദു മുന്നോട്ട് വച്ചിരുന്നു. പ്രത്യേകിച്ച് മാലിക്കി, ഷാഫി മദ്ഹബുകൾക്ക് പകരം ഹനഫി മദ്ഹബ് അവിടുത്തെ കോടതികളിൽ പ്രയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് മുഹമ്മദ് അബ്ദു പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിൻ്റെ സമീപനം നിലനിന്ന് ഉസൂലു തശ്രിയ വ കുല്ലിയാത്തിഹ, ശരീഅത്തിൻ്റെ ഉസൂലുകളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം. അതുപോലെ എടുക്കുന്ന നിലപാടുകൾ ദലീലുൽ ഖാത്യ, ഖണ്ഡിതമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റൊന്ന്, വിധികൾ ഹുക്കുമുൻ യുവാഫിഖുൽ മസ്ലഹ വൽ ഹാൽ, സന്ദർഭത്തിനും നന്മക്കും യോജിച്ചതായിരിക്കണം എടുക്കുന്ന വിധികൾ എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അൽ ജംഉ ബൈനൽ അഖൽ വൻ നഖൽ എന്നുള്ളതിനെ നമ്മൾ കാണേണ്ടത്. ഇതിനെ ഖുർആനികമായ ഒരു വായന നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഖുർആനിൽ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ മിക്കവാറും തന്നെ യഅ്ഖിലൂന ലാ യഅ്ഖിലൂന എന്നുള്ളതായിരിക്കും. അത് അറബി ഭാഷ ഗ്രാമർ അനുസരിച്ച് ജംഉ ആയ പ്രയോഗമാണ്. യഅ്ഖിലൂന അവർ ചിന്തിക്കുന്നു, ലാ യഅ്ഖിലൂന അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന സമൂഹം, ചിന്തിക്കാത്ത സമൂഹം എന്ന രൂപത്തിൽ ചിന്തയെ ഒരു സബ്ജക്റ്റിവിറ്റിയുടെ തലത്തിൽ നിന്ന്, വ്യക്തിനിഷ്ഠതയുടെ തലത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയിട്ടാണ് ഖുർആൻ കൊണ്ടുവന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം ഖലീലിൻ്റെ
പുസ്തകത്തിൽ ആ ഒരു പ്രയോഗത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എങ്ങനെയാണ്? എ നോൺ സബ്ജക്റ്റിവിസ്റ്റ് ഓണ്ടോളജി ഓഫ് റീസൺ. ബുദ്ധിയുടെ ഒരു വ്യക്തിനിഷ്ഠമല്ലാത്ത, ആത്മനിഷ്ഠമല്ലാത്ത ഒരു അന്വേഷണം, ജ്ഞാനാന്വേഷണം, അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വൈയക്തികമായ ആലോചനകൾ അല്ലെങ്കിൽ വൈകാരികമായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിയുടെ പ്രയോഗമല്ല, മറിച്ച് സാമൂഹികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഇതിനെയാണ് നമ്മൾ പ്രമാണവുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള, സമന്വയം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാമാണിക യുക്തി എന്ന് നമുക്കതിനെ വിളിക്കാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പ്രാമാണിക യുക്തിയുടെ പ്രത്യേകത, നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ, അത് ആധുനികതയുടെ ആശയപരമായ വെല്ലുവിളികളായിരുന്നാലും അതിൻ്റെ ഉൽപ്പന്നപരമായ വെല്ലുവിളികളായിരുന്നാലും അതിന് പ്രമാണബദ്ധമായി ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ അതിനോടുള്ളൊരു എത്തിക്കൽ അപ്രോച്ച്, നൈതികമായ സമീപനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ പ്രബന്ധത്തിൻ്റെ ആകത്തുക. അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പ്രവാചകത്വത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പോലെയാണ്. ദൈവികമായ വെളിപാടുകളെ മനുഷ്യരിലേക്ക് പ്രായോഗികമായ രൂപത്തിൽ എത്തിച്ചു തരുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ ബുദ്ധിയുടെയും പ്രമാണങ്ങളുടെയും സമന്വയത്തിലൂടെ സാധിക്കും. അങ്ങനെ ഒരു നൈതികമായ സമീപനം സ്വീകരിക്കുമ്പോൾ ആധുനികമായ വെല്ലുവിളികളെ, അത് ആശയപരമായിരുന്നാലും സാമൂഹികമായിരുന്നാലും അതല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളോടായിരുന്നാലും ഒക്കെ നൈതികമായ ഒരു സമീപനം സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.